Good morning guys, welcome back to Arya Tamarapalli's new vlog. ഓക്കെ, അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ തൃശ്ശൂർക്ക് പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഒരു സർപ്രൈസിങ് റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ നിലയ്ക്ക് എൻ്റെ ഇല്ലത്ത് അത്ര വലിയ റിയാക്ഷൻസ് ഒന്നും കിട്ടില്ല. കാരണം എന്താ പറയുക, എല്ലാവർക്കും അങ്ങനെ ഓവറായിട്ട് പ്രകടിപ്പിക്കുക അങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ എന്താ വെച്ചാൽ എന്നാലും ഞാൻ വിചാരിച്ചു വെറുതെ ഒരു റിയാക്ഷൻ വീഡിയോ എടുക്കാം. അമ്മയായിരിക്കും പിന്നെയും അയ്യോ ആരി നീ വന്നോ എന്ന് പറയാം. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചു എന്നാൽ അതെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ എൻ്റെ ഇല്ലത്തൊരു ഫംഗ്ഷൻ നടക്കുകയാണ്. ഒരു പറ എഴുന്നള്ളിച്ച് പറയലും ഒക്കെ പറ വരുന്നുണ്ട്. കട്ടായി പോയി ഇടയിൽ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ എഴുന്നള്ളിച്ച് പറ വരികയാണ് അയ്യപ്പങ്കാവ് അമ്പലത്തിൽ നിന്ന്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ നാളെ പോണത്. പക്ഷേ ഞാൻ നാളെ രാവിലെ വരുന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഇന്ന് വരുന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ അനിയന് മാത്രമേ ഞാൻ ഇന്ന് വരുന്നുള്ളത് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്നൊരു റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ആ സർപ്രൈസിൻ്റെ ആ ഒരു എങ്ങനെയാണ് അവരുടെ ആ ഒരു ഇതൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. നോക്കട്ടെ, അപ്പോൾ എനിക്ക് എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല. പറ്റണ പോലെ ഞാൻ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ അമ്പലപ്പുഴയിലാണ്. ഇപ്പോൾ രാവിലെ ആയിട്ടുള്ളൂ, സമയം ഒരു 7:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കിനി 11:45 ട്രെയിൻ വരുന്നത്. അപ്പോൾ അപ്പോഴേക്കും കുറച്ച് പരിപാടികൾ പാക്കിങ് ചെയ്യണം, എല്ലാം പാക്ക് ചെയ്യണം ഒക്കെ ചെയ്യാനുണ്ട്. അതിപ്പോൾ ഞാനതൊരു ഗ്രീൻ ടീ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പം ഞാനിങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ പിന്നെ ഒരു കാര്യം ആലോചിച്ചത്, എൻ്റെ ഈ മൂക്കുത്തി ഒന്ന് മാറ്റിയാലോ എന്നൊരു പ്ലാൻ ഉണ്ട്. കണ്ടോ, അപ്പം എൻ്റെ കയ്യിൽ ഇനി വേറൊരു 3-4 മൂക്കുത്തി ഇരിപ്പുണ്ട്. അപ്പോൾ അതിലേത് വേണം എന്നൊരു കൺഫ്യൂഷനിലാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ 3 മൂക്കുത്തി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ. അത് കണ്ടോ. അപ്പോൾ എൻ്റെ ഒരു പ്ലാനിൽ ഇതപ്പോൾ എനിക്ക് അമ്മ തന്ന മൂക്കുത്തിയാണ് കേട്ടോ. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് യദുവേട്ടൻ്റെ അമ്മ തന്ന മൂക്കുത്തിയാണ് ഇത്. പിന്നെ ഒരെണ്ണം ഉള്ളത് യദുവേട്ടൻ എനിക്ക് തന്ന മൂക്കുത്തിയാണ്. ഇത് യദുവേട്ടൻ തന്ന മൂക്കുത്തിയാണേ. ക്ലിയർ ആണോ? കണ്ടോ, ഇങ്ങനെ ഒരു ഞാത്തിയായിട്ട് ഇങ്ങനെ ഒരു മൂക്കുത്തി ഉണ്ട്. പിന്നെ ഇത് ഓൾറെഡി അമ്മ തന്നു ഞാൻ പറഞ്ഞില്ലേ, ഇത് അമ്മ തന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ ഒരെണ്ണം നല്ല ഭയങ്കര സിമ്പിളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ്. കണ്ടോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് നീല. അപ്പോൾ അമ്മ അങ്ങനെ നോക്കി എനിക്ക് തന്ന കുറേ ആയിട്ടോ തന്നിട്ട്. അപ്പം ഞാൻ ഏത് ഇടണമെന്ന് ഇങ്ങനെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഡയമണ്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇതും എനിക്ക് അവിടുത്തെ അമ്മ തന്ന മൂക്കുത്തിയാണേ. ഇതാ ഇങ്ങനൊരു മൂക്കുത്തി കാണാനില്ലേ. അപ്പം ഞാൻ ഫൈനൽ ഒരു തീരുമാനത്തിലെത്തി. അപ്പം ഞാൻ ഇതിടാനാണ് വിചാരിച്ചത്. എനിക്ക് ആക്ച്വലി കുറച്ചും കൂടി വലിയൊരു മൂക്കുത്തിയാണ് എനിക്കിഷ്ടം പേഴ്സണലി. കാരണം എൻ്റെ ഓൾറെഡി മുഖവും മൂക്കൊക്കെ വലുതായതുകൊണ്ട് എനിക്ക് വലിയ മൂക്കുത്തി ഇട്ടാലാണ് അറിയുള്ളൂ. അപ്പം ഇത് ആക്ച്വലി ഇതും നല്ല മൂക്കുത്തിയാണ് കേട്ടോ. പക്ഷേ ഇത് ഞാൻ കുറേ ദിവസമായി ഇട്ടുകൊണ്ടിരിക്കണം. ഇത് ശരിക്കും ഇത് മൂക്കുത്തിയല്ല, ഇത് എൻ്റെ അനിയത്തിക്കുട്ടി ആർദ്രക്കുട്ടി. അവൾക്കിപ്പോൾ 12 വയസ്സായി. അവളുടെ ചോറൂണിന് ആരോ കൊടുത്തതല്ല, നമ്മളെടുത്ത കമ്മലാണ് ചോറൂണിന്. അപ്പം അത്രയും പഴക്കമുള്ള കമ്മലാണ് ഇത്. അപ്പോൾ 2 കമ്മലുണ്ട്, അതായത് ഒരു ജോഡി. അപ്പോൾ ഒരു മൂക്കുത്തി ഞാനും മൂക്കുത്തിയായിട്ട് ഞാനും ഇടും, ഒരെണ്ണം അമ്മ ഇടയ്ക്ക് ഇടാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ കുറേ ഇട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മാറ്റാം. അപ്പോൾ ഞാനിതിന് മാറ്റട്ടിട്ടോ ഗൈസ്. ഓക്കെ അപ്പോൾ ഞാൻ എന്താ മൂക്കുത്തി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായി വെച്ചാൽ കമൻറ്റ് ചെയ്യണേ ഒന്ന്. ഞാനിപ്പോൾ കുറേ ദിവസമായി അതന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്കൊരു ചേഞ്ച് വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇട്ടത് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി കല്യാണം നിന്ന് എടുത്ത മൂക്കുത്തിയാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഈ മൂക്കുത്തിയാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു മൂക്കുത്തി ഇടുമ്പോൾ എന്തായാലും നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ അത് പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പാക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ ആക്ച്വലി. കാരണം ഞാൻ മറ്റന്നാൾ തന്നെ തിരിച്ചു വരും. കുറേ ദിവസം നിൽക്കാൻ പോകണമെന്നല്ല, ഓൾറെഡി ക്ലാസ്സുകളെല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും അധിക ദിവസം നിൽക്കാൻ പറ്റില്ല, മറ്റന്നാൾ തിരിച്ച് വരും ഞാൻ. അപ്പോൾ എന്തായാലും ഇതിലത്തെ മെയിൻ കണ്ടൻറ്റ്, അതായത് വ്ളോഗ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ വരുമ്പോഴത്തെ അവരുടെ റിയാക്ഷനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൊണ്ട് എത്രത്തോളം കിട്ടും എന്നുള്ളത് കേട്ടോ. ആർക്കും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഇനി 11, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 11:45. അപ്പോൾ എൻ്റെ കസിൻ എൻ്റെ അനിയന്മാരുണ്ട് ഇവിടെ, ദേവനും അപ്പൂട്ടനും. അപ്പോൾ അവർ തന്നെ റെയിൽവേ സ്റ്റേഷനിലാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ട്രെയിനിൽ പോകണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് 3:15 ആകുമ്പോൾ തൃശ്ശൂരെത്തും. അപ്പോൾ അനിയൻ കൊണ്ടുവരാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ റെഡി ആവണം, പാക്കിങ് കഴിഞ്ഞ് റെഡി ആവണം. ഓക്കെ.
ഓക്കെ ഗായ്സ്, അപ്പം ഞാൻ ഡ്രസ്സ് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ ദാ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇടുന്നത്. ഇതെല്ലാവരും കണ്ടു കണ്ട് മടുത്തുണ്ടാവും, എന്നാലും എനിക്കൊരു കംഫർട്ടബിൾ ഡ്രസ്സ് ഇട്ടിട്ട് വേണമല്ലോ പോവാൻ. അപ്പം ഞാനിനി ഫേസ് ആകെ ഒരു ഡൾനെസ് തോന്നുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഒരു ഡ്രൈനെസ്സും മൊരിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ദാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ അപ്പോൾ മുടി ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ അഴിച്ചിട്ടിട്ട് തന്നെയാണ് പോണത്. സോ അപ്പോൾ ഇതാ ഫൈനലി റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇതാ ദേവനും അപ്പൂട്ടനും കൂടിയിട്ടാണ് കേട്ടോ എന്നെ കൊണ്ടാക്കണത്. അപ്പോൾ അവരോരോന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വരികയാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയാണ് കേട്ടോ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട്. വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകാമെന്ന്, പിന്നെ വിചാരിച്ചു വേണ്ട, നമുക്ക് ടൈം ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ കോണിപ്പടി തന്നെ കയറി നമ്മൾ ട്രെയിനൊക്കെ കയറി. ഇപ്പോൾ ഇതാ നമ്മുടെ എന്താ പറയുക, എറണാകുളം എത്താറായിട്ടുണ്ട് കേട്ടോ. ആലുവ ആ ഒരു കായലോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. എന്തായാലും എനിക്കിത് നല്ല ഇഷ്ടമായി കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഞാനൊരു വീഡിയോ പോലെ എടുത്തതാണ്. അപ്പം നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഞാൻ വിൻഡോ സൈഡിൽ ഇരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാ തിരിച്ച് നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. അപ്പം എൻ്റെ അനിയൻ കൊണ്ടുവരാൻ വന്നിട്ടുണ്ട് കേട്ടോ, കാറിലാണ്. അവൻ അവിടെ താഴെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു, റെയിൽവേ സ്റ്റേഷൻ്റെ താഴെയിട്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ ഇനി നേരെ ഫുഡ് കഴിക്കാനാണ് പോണത്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഭാരതിൽ കയറാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഭാരതിൽ നല്ല തിരക്കായതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റുള്ള വിഘ്നേശ്വരയിലാണ് കേട്ടോ കയറിയത്. അപ്പോൾ ഞങ്ങൾ മെനു ഒക്കെ നോക്കുകയാണ് എന്തോ ഓർഡർ ചെയ്യണമെന്ന്. അവനും ഫുഡ് കഴിച്ചിട്ടില്ല, ഞാനും ഫുഡ് കഴിച്ചിട്ടില്ല. നല്ല വിശപ്പുണ്ട് ഗൈസ്. ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം ഏതാണ്ട് 4 മണിയായി. ഞാൻ അവിടുന്ന് ഒന്നും കഴിക്കാതെയാണ് അമ്പലപ്പുഴയിൽ നിന്നും പോകുന്നത്. അതുകൊണ്ട് നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ സ്റ്റാർട്ടർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് പൊട്ടറ്റോൻ്റെ ഒരു ക്രിസ്പി ഫ്രൈഡ് പൊട്ടറ്റോയും പിന്നെ ഒരു ക്രിസ്പി ഫ്രൈഡ് വെജും, അങ്ങനെ 2 എണ്ണമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തേക്കണേ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ലോണം ആസ്വദിച്ച് തന്നെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അവനും ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ സംസാരിച്ച് സ്റ്റാർട്ടർ ആദ്യം കഴിച്ചു കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടർ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മെയിൻ കോഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹൈദരാബാദി ബിരിയാണിയാണ് പറഞ്ഞത്, പക്ഷേ അലമ്പായിരുന്നു കേട്ടോ ഗൈസ്, ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. പിന്നെ വിശപ്പുകൊണ്ട് കഴിച്ചു. അനിയൻ പൊറോട്ടയാണ് കേട്ടോ പറഞ്ഞത്, പൊറോട്ടയും കടായി പനീറുമാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് കാറിൽ പോവുകയാണ്. അപ്പോൾ അത് അവൻ എനിക്കൊരു ഡയറി മിൽക്കൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഫൈനലി ഞങ്ങളിതാ എത്തി തിരിച്ച്. അപ്പോൾ അതെല്ലാവരുടെ റിയാക്ഷൻസ് കണ്ടോളൂ കേട്ടോ. ആണോ? കവള് തരൂ, കവള്. ഇതെന്താ ഇത്? ആര് തന്നതാ? എവിടെ ആരിക്കുട്ടി? ആ ഞാനാ. ചുമയായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറഞ്ഞു ചാനൽ. കമന്റ്. ഹലോ ഗായ്സ്, ഫ്രീ. ഹലോ ഗായ്സ്, വെൽക്കം ടു ആര്യ താമരപ്പള്ളിസ് വ്ലോഗ്. ആര്യ താമരപ്പള്ളി വ്ലോഗ്. കൈ വളർന്നു നീ വളർന്നു കൺമണിയാ തീർന്നതല്ലേ നെഞ്ചിരിയും നിൻമൊഴിയും പുലരി നിലാവായി പൂത്തതല്ലേ ഈ വിരഹം ക്ഷണികമല്ലേ അപ്പൊ നമ്മള് കിങ്ങിണിക്ക് ഉപ്പുമാവ് കൊടുക്കാണ് കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ?
ഇഷ്ടപ്പെട്ടു? അതെയാ? അവള് പറയാ ഗായ്സ് കുറച്ച് എരിവുണ്ട്. സോ ഗായ്സ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും റിയാക്ഷൻ വലിയ കാര്യമായിട്ടൊന്നുമില്ല, വലിയ ഞെട്ടലും കാര്യങ്ങളൊന്നുമില്ല, ഓവറായിട്ട് അങ്ങനെ പ്രകടിപ്പിക്കുന്ന ആൾക്കാരൊന്നുമില്ല. അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതൊരു കുഞ്ഞു വ്ളോഗാണേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് ഞാൻ പറഞ്ഞില്ലേ, നാളെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ആയിരിക്കും കേട്ടോ അടുത്തത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ആദ്യം ഇത് കണ്ടിട്ട് വേണം അത് കാണാൻ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കിങ്ങിണിക്ക് ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇനി ഞാൻ വേറൊരു വ്ളോഗ് ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ. അപ്പോൾ ആദ്യം ഇത് കാണുക കേട്ടോ എല്ലാവരും. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് രാത്രിയായി കിടക്കാൻ നോക്കുകയാണ്. ഭയങ്കര ക്ഷീണമുണ്ട്, യാത്രാ ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മധുവേട്ടനാണ് കേട്ടോ. അപ്പോൾ മധുവേട്ടനൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ എന്താ, അപ്പോൾ ഒന്നുമില്ല. ബൈ, ദിസ് ഇസ് ആര്യ താമരപ്പള്ളി's വ്ളോഗ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ബൈ.